ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസിൽ ഒരു പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ച് ജാസ്മിൻ ശരണ്യയും ജിൻഡോയും പൊരിഞ്ഞ അടിയായിരുന്നു. ശരണ്യയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചൊല്ലിയായിരുന്നു അടി. അപ്പോൾ ശരണ്യയുടെ വസ്ത്രധാരണം കുറച്ച് മോശം തന്നെയാണ് കേട്ടോ, ഭയങ്കര മോശം, കുറച്ച് നല്ല ഭയങ്കര മോശം തന്നെയാണ്. അപ്പോൾ ജിൻഡോ അതിന് ചോദ്യം ചെയ്തു, അത് ശരണ്യക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടെ ജിൻഡോനെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ചോദിച്ചതിന് യാതൊരു തെറ്റുമില്ല. അതിന് കമൻറ്റൊക്കെ വരുന്നത് ജിൻഡോ ചോദിച്ചതിന് യാതൊരു തെറ്റുമില്ല, ജിൻഡോ ചോദിച്ചത് ശരി തന്നെയാണ്. ജിൻഡോ സത്യം പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും അതൊരു തെറ്റായിട്ടാണ് അവരത് വ്യാഖ്യാനിച്ചെടുക്കുന്നത്. സത്യം പറയാൻ പാടില്ല, അവിടെ നുണയെ പറയാൻ പാടുള്ളൂ. നമ്മൾ എന്ത് ഇതായിട്ട് വന്നാലും ഡ്രസ്സ് ഇടാതെ വന്നാലും ആ സൂപ്പർ കൊള്ളാന്നുള്ളത് പറയുകയാണെങ്കിൽ അവർ നല്ലതായിരിക്കും. അപ്പോൾ ജിൻഡോ പറഞ്ഞത് യാതൊരു തെറ്റും തോന്നുന്നില്ല, ജിൻഡോ പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷേ അവിടെയുള്ള ഹൗസ്മേറ്റ്സ് എല്ലാം കൂടി ജിൻഡോനടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് പറഞ്ഞ് ശരിയായില്ല എന്നൊക്കെ. ശരിയാണ്, വസ്ത്രധാരണം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. എങ്കിലും നമ്മൾ കുറേ ആൾക്കാർ കാണുന്നതാണ്, കുട്ടികൾ കാണുന്നതാണ്, അതാണ് ജിൻഡോ പറയുന്നത്. പക്ഷെ പുള്ളിക്കാരിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഭർത്താവിനും എൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്തതാണോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് ജിൻഡോനെ ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ജിൻഡോ പറഞ്ഞതിന് യാതൊരു തെറ്റും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിന് കമൻസും വരുന്നത് എങ്ങനെയാണ്, ജിൻഡോ പറഞ്ഞത് ശരി തന്നെയാണ്, ശരണ്യയുടെ വസ്ത്രധാരണം ഭയങ്കര മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും നമുക്ക് ഇനി വരും എപ്പിസോഡിലൊക്കെ കാണാം അവരുടെ കൂത്തുകളൊക്കെ. വന്നതും തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയും പിടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വരും ഇതിലൊക്കെ കാണാം. നേരത്തെയും ഇയാള് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശരണ്യ പറയുന്നുണ്ട്. അപ്പോൾ സായി ചോദിക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്നേരം ലാൽ സാർ വരുന്ന സമയത്ത് പറയണമെന്നൊക്കെ സായി പറയുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അരോചകമാണ് ശരണ്യയുടെ വസ്ത്രധാരണം. അതിപ്പോൾ ജിൻഡോ പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. ആ പുള്ളിക്കാർ ഇട്ടിരിക്കുന്ന പാൻറ്റെല്ലാം കീറി പറഞ്ഞ് ഒരു ഇതായിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്, അത് ചോദ്യം ചെയ്തതാണ്. അപ്പോൾ അത് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത്തത് ജിൻഡോ എന്ന് പറയുന്ന ആളെ അവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ഇതാണ്, ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വന്ന ആൾക്കാരും അങ്ങനെ ഒറ്റപ്പെടുത്താനാണ് തോന്നുന്ന ചാൻസ്. അവർക്ക് അറിയാലോ പുറത്ത് ജിൻഡോയ്ക്ക് കുറച്ച് ഫാൻസ് ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ അവരും മാക്സിമം ഒറ്റപ്പെടുത്താനേ നോക്കുകയുള്ളൂ എന്തായാലും. അപ്പോൾ എന്തായാലും ജിൻഡോ പറഞ്ഞതിന് യാതൊരു തെറ്റുമില്ല. ശരണ്യയുടെ വസ്ത്രധാരണം ഭയങ്കര മോശം തന്നെയാണ്. ഇതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ജാൻമണി ഒരു കുട്ടിക്കുപ്പായ ഇട്ടിട്ട് വരുന്നുണ്ട്. അതിന് ശ്രീതു പറയുന്നുണ്ട്, ജാൻമണി ഇത് പുറത്തുള്ള ആൾക്കാർ കാണുന്നതാണ്, ഈ ഡ്രസ്സ് നിന്റെ ഈ ഡ്രസ്സ് ശരിയല്ല എന്നുള്ളത് ശ്രീതു പറയുന്നുണ്ട്. അപ്പോൾ ജാൻമണി അത് പ്രശ്നമാക്കാത്തത് കൊണ്ടും അത് വേറെ മറ്റുള്ള ആൾക്കാർ കേൾക്കാത്തത് കൊണ്ടും അത് അവിടെ പ്രശ്നമില്ലാതെ പോയി. അപ്പോൾ ജിൻഡോ പറഞ്ഞാൽ മാത്രം തെറ്റ്, ബാക്കിയുള്ളവർ പറഞ്ഞ് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഈ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ജിൻഡോനെ വഴക്ക് പറയാനുള്ള ചാൻസ് ഉണ്ട്. വസ്ത്രധാരണം അവനവൻ്റെ പ്രൈവസിനെ അങ്ങനെ എങ്ങനെയാണ്, അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആളല്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. ശരണ്യ അത് പറയുകയും ചെയ്യും. ജിൻഡോനെ പുറത്താക്കാനുള്ള എല്ലാവിധ ഇതും എല്ലാവരും നോക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ജിൻഡോൻ്റെ ഇനി അവസ്ഥ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ. അപ്പോൾ ജിൻഡോ പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ, ശരണ്യയുടെ വസ്ത്രധാരണം ഒട്ടും കൊള്ളില്ല. അപ്പം അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുറത്തും കമൻസ് വരുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻസിൽ അറിയിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.